പിന്നെ കൺട്രോൾ ചെയ്തു. ആകെപ്പാടെ ഒരു പെൻസിലിന്റെ അത്രേ ഉള്ളൂ. എന്നിട്ട് അവളുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാലോ, നമ്മുടെ രണ്ടുപേരും പ്ലാനുകളെല്ലാം തകർത്ത് കളയുന്നല്ലേ അവള് പറഞ്ഞത്. അവള് തകർക്കുന്നത് എനിക്കൊന്ന് കാണണമേ. അത് തന്നെയാടാ ഞാനും പറഞ്ഞത്. അവൾ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. എല്ലാം നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ നടക്കും. പക്ഷെ എങ്ങനെയാണമ്മേ? എന്താ അമ്മ ചെയ്യണ്ടേ? എനിക്കാണെങ്കിൽ ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ല. ദീപകേ, നീ ആദ്യം ഫോണൊന്ന് എടുക്ക. എന്നിട്ട് നമ്മുടെ ആ കാടൻ ജോസിനെ ഒന്ന് വിളിക്ക്. അമ്മേ, ജോസ് അതിന് ജയിലിലല്ലേ? അല്ലടാ, അവനൊരു 10-20 ദിവസത്തേക്ക് പരോളിന് ഇറങ്ങിയിട്ടുണ്ട്. നീ അവനെ വിളിക്ക്. അവനെ വിളിച്ചിട്ട് ഞാൻ പറയുന്നത് പോലെ അങ്ങ് പറ. എന്താ അമ്മ ഞാൻ പറയണ്ടേ? ഒരാളെ തീർക്കാനുണ്ടെന്നങ്ങ് പറ. അമ്മേ, രാജുവിനെ? അതേടാ, സമയവും സന്ദർഭവും എല്ലാം ഞാൻ പറയുമ്പോ നീ അവനെ അറിയിക്കണം. നീ ആദ്യം എത്രയാ വേണ്ടേന്ന് ചോദിച്ച് വില ഉറപ്പിക്കേ. ശരി അമ്മേ. ആഹാ, ദീപക് സാറിന്റെ കോളാണല്ലോ. വെറുതെ ആയിരിക്കില്ല. ചില്ലറ തടയുന്ന കാര്യമല്ലേ, എടുക്കാം. ഹലോ ദീപക് സാറേ. ആ ജോസേ, എവിടെ? ഞാൻ ഇവിടെ തുരുത്തിലുണ്ട്. ജോസേ, ഒരു സഹായം വേണമല്ലോ. എന്താ ദീപക് സാറേ? സാറ് പറഞ്ഞ ഞാൻ ചെയ്യില്ലേ? എടാ, കുറച്ച് വലിയ പണിയാ. പണി എന്താണെന്ന് സാറ് പറ. പുഷ്പം പോലെ ഞാൻ ചെയ്തു തരില്ലേ? പണി ചെയ്താ മാത്രം പോരാ, ചെയ്തത് ആരാണെന്ന് ഏൽക്കുകയും കൂടി വേണം. ഏൽക്കുകയും വേണം അല്ലേ? കുഴപ്പമില്ല, നമ്മുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു പയ്യനെ ഏൽപ്പിക്കാം. പക്ഷെ ചില്ലറ കുറച്ചധികം ചെലവാവേ. അത് സാരല്ലടാ, കാശ് എത്ര വേണമെങ്കിലും ഞാൻ തരാം. എത്ര തരും? ജോസ് പറയുന്ന എമൗണ്ട് എത്രയാണോ അത് തന്നിരിക്കും. പക്ഷെ ഇരു ചെവി അറിയാതെ കാര്യം നടക്കണം. ഇതില് ഞാനും അമ്മ ഇടപെട്ടിട്ടുണ്ടെന്ന് ആരും അറിയാനും പാടില്ല. അത് നിങ്ങൾ ജോസിന് വിട്ടേക്ക്, ജോസ് ചെയ്തോളാം. എങ്കിൽ നമുക്ക് നേരിക്കണ്ട് എമൗണ്ടിന്റെ കാര്യം സംസാരിക്കാം. ആളെ ഞാൻ കാണിച്ചു തരാം. ശരി ദീപക് സാറേ, അങ്ങനെ ആവട്ടെ. കൊള്ളാലോ, കിടിലം കോളാ. ജോസേ, നിന്റെ സമയം ഏതായാലും കൊള്ളാം. ഏതായാലും പിള്ളേരെല്ലാം വിളിച്ചു കൂട്ടാം.